എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സിൽവർ ഫാമിലിയിലെ ഏസിയർ എന്ന് പറയുന്ന ഒരു അമ്മ മരിച്ചു. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവ് യാർഡിൽ നിൽക്കുന്നതാണ് ഇവരെല്ലാം കാണുന്നത്. അന്നാണെങ്കിൽ നമ്മുടെ നോയൽ കുഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ നോയൽ അവളുടെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പം സോളിഡ് അവളെ വാട്ടർ അറ്റാക്ക് ചെയ്ത് ആക്രമിക്കും. എന്നിട്ട് പറയും ധൈര്യമുണ്ട് നീ തിരിച്ചടിയടിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോഴോ നാണവില്ലടി എന്നെക്കാട്ടി മുമ്പേ വന്നിരുന്ന് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും ഉപദ്രവിക്കും. അങ്ങനെ അവളുടെ മുഖം കണ്ണാടി പോയി നോക്കുമ്പം ആ വൃത്തിയായിട്ട മുഖം നീ കണ്ട് വിഷമിക്കണ്ടാടി എന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടി അവളുടെ ചേച്ചി തല്ലിപ്പൊട്ടിക്കും. എന്നിട്ട് പറയും നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ തിരിച്ച് ആക്രമിക്കാം കേട്ടോ. എന്നിട്ട് ഈ രണ്ട് ചേച്ചി അനിയത്തിമാരും പറയും നമ്മുടെ കുടുംബത്തിലെ റോയൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, വെറും വേസ്റ്റാണ് നീ, സ്വന്തം മാജിക് പോലും കൺട്രോൾ ചെയ്യാൻ അറിയാത്തവള്, ശവം എന്ന് പറയും. അങ്ങനെ കുറച്ചാൾ അങ്ങനെ കഴിഞ്ഞു പോകും. എന്നിട്ട് ഈ നോസിലും സോലിനും പിന്നെ അവളുടെ ചേച്ചിയും കൂടെ അങ്ങ് നടന്നു വരുമ്പോൾ പറയും ചേട്ടാ ഇന്നാണെങ്കിൽ നമ്മൾ മാജിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോസലിനെ ആണെങ്കിൽ ഒരു അറ്റാക്ക് പോലും ഒരെണ്ണം പോലും കഷ്ടിച്ചു കൊണ്ടില്ല എനിമിയിൽ എന്ന് പറയാം. അതിന് ശേഷം നോസിൽ പറയും ശരി ഞാൻ തീരുമാനിച്ചു നിന്നെ വിടാനുള്ള സ്ക്വാഡ് ഏതാന്ന്, നീ ബ്ലാക്ക് ബുൾസിൽ പോവും, നിന്നെ സിൽവർ ഫാമിലി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ ബ്ലാക്ക് ബുൾസ് എന്ന് പറയുമ്പം ആ സോളിഡും ആ ചേച്ചിയും കളിയാക്കാൻ തുടങ്ങും. അയ്യേ എപ്പിനും മറ്റേ പോത്തിനെ എരുമയൊക്കെ പിടിക്കാൻ പോകുന്ന കാട്ടിപ്പോകുന്ന അവരെയാണോ അയ്യേ എന്ന് പറഞ്ഞ് ഇവിടെ കളിയാക്കും. അവസാനം നോയൽ എന്നെ കരഞ്ഞിട്ട് പറയും എനിക്കെന്താ ഇവരോട്ട് സ്കിൽസ് ഒന്നും ഇല്ലാത്ത എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം പ്രസൻറ്റ് ടൈം കാണിക്കുമ്പം നമ്മുടെ നോസിൽ പറയും നോയൽ ബാ ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ കുടുംബത്തിൽ ശരിക്കുള്ള ശക്തി എന്താണെന്ന്. അങ്ങനെ പറഞ്ഞ് നോയൽ അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷേ ആ അറ്റാക്ക് വലിയൊരു ഉപയോഗമൊന്നും അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ അതിന് ശേഷം വീണ്ടും ആ കോമ്പസ് മാജിക് യൂസ് ചെയ്ത് അവൾ ഒന്ന് രണ്ട് സ്പിയേഴ്സ് കൂടെ നമ്മുടെ സിൽവർ നോസലിൻ്റെ ദേഹത്തേക്ക് വിടും. നമ്മുടെ നോസലാണെങ്കിൽ അത് കഷ്ടിച്ച് ബ്ലോക്ക് ചെയ്യും. ആട്ട് ആ പെങ്കൊച്ച് പറയും നീ പരമായി ട്രൈ ചെയ്യുന്നുണ്ടല്ലോടാ നീ ഇതെല്ലാം ഡിഫീറ്റ് ചെയ്യാൻ, പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ സ്പിയേഴ്സ് അത്ര പെട്ടെന്ന് നിനക്ക് തടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവരെ കുറച്ചുകൂടി സ്പിയേഴ്സ് വിടും. അപ്പോൾ ഇനി എന്നോട്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഇടയ്ക്കുള്ള കുറച്ച് സീൻസൊക്കെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബാക്കിയുള്ള നിങ്ങൾ അവിടെ നിന്ന് കണ്ടോ. Bags and leave home. Man, I got you dethroned. I got enemies all around me, but man, I'm in the safe zone. Cause I got friends who hold my back. No, I ain't going back. Haters wanna slow my track, but man, I'm heading my back. We are tribe. അതിനുശേഷം നമ്മൾ നോയിൽ പറയും താങ്ക് ഗോഡ് ആ അറ്റാക്ക് വർക്ക് ചെയ്ത്. പിന്നെ നൊസൽ നീ നിൻ്റെ മാജിക് വെച്ച് നമ്മളെ കവർ ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഡ്രൗൺ ആയില്ല എന്ന് പറയും. അതിനുശേഷം നൊസൽ പറയും അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു അറ്റാക്കോ, അതെന്തായാലും നമ്മൾ റോയൽസിൻ്റെ ടൈപ്പല്ല എന്ന് പറയും. പക്ഷേ എന്നാലും നീ അത് ബ്ലാക്ക് ബുള്ളിൽ പോയിട്ട് തന്നെ പഠിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. സോറി നോയൽ, ശരിക്കും നിന്നെ കാണാൻ നമ്മുടെ അമ്മയെപ്പോലെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികം ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയത്. നിനക്കത് ഫൈറ്റ് ചെയ്യണ വന്നില്ലെങ്കിൽ നിനക്കൊരു കുഴപ്പം പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. ബ്ലാക്ക് ബുള്ളിൽ പോയാൽ നീ സേഫാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നീ നമ്മുടെ അമ്മയെപ്പോലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജനിച്ചവളാണ്, ബാറ്റിൽ ഫീൽഡിന് വേണ്ടി ജനിച്ചവളാണ് നീ. നിന്നെ പിടിച്ച് കെട്ടി വെച്ചതിന് എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറയും. ഇത് കേട്ട നമ്മളെ നോയലും പിന്നെ അവളുടെ സോളിഡും പിന്നെ അവളുടെ ചേച്ചിയും ഉണ്ടല്ലോ ഇവരെല്ലാം ഞെട്ടിപ്പോവും. നോസൽ നമ്മുടെ നോയലിനോട് സോറി പറയുന്നു, ഡാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഞെട്ടി നിൽക്കുന്നു. അങ്ങനെ അതിന് ശേഷം അവിടെ നൊസൽ പറയും നമ്മുടെ മാച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോഴത്തേനും 3 സ്പിയർ വന്ന് നമ്മുടെ നോസലിൻ്റെ ദേഹത്തെ വന്ന് തറയ്ക്കും. എന്നിട്ട് അവിടെ പെട്ടെന്ന് കുറച്ചുകൂടെ ശക്തിയുള്ള രീതിയിൽ ഒരു കോമ്പസ് കൊണ്ട് മാജിക് അവിടെ എല്ലാം കവറായിരിക്കും. ആ എൽഫ് തിരിച്ച് അവളുടെ റൗണ്ട് 2 റെഡിയായി വരുമായിരിക്കും.
അവൾ കഷ്ടപ്പെട്ട് അവൻ്റെ സ്വന്തമായിട്ടുള്ള മാജിക്കൽ എബിലിറ്റി അവൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ഇല്ലെങ്കിൽ വേറെ ഒരാൾ ഒരു ആപത്ത് ഘട്ടത്തിൽ അവൻ്റെ മാജിക്ക് പുറത്തു വന്ന് എല്ലാം രക്ഷിക്കുകയും ചെയ്ത 2 സിറ്റുവേഷനുണ്ട്. പക്ഷേ ഇതെല്ലാം സാധാരണക്കാരുടെ സിറ്റുവേഷനാണ്. ഒരേ സമയത്ത് റോയൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് നേച്ചുറലായിട്ടുള്ള മാജിക്കൽ എബിലിറ്റീസും അല്ലാതെ സ്വന്തമായിട്ടുള്ള മാജിക്കൽ എബിലിറ്റീസും കമ്പൈൻ ചെയ്ത് അധികം കഷ്ടപ്പെടാതെ തന്നെ അവരുടെ പവേഴ്സ് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓൾറെഡി നോയലിൻ്റെ കയ്യിലാണെങ്കിൽ നല്ല രീതിക്കുള്ളൊരു എമൗണ്ട് അവളുടെ കയ്യിൽ നല്ല രീതിയിലുണ്ട്. അതുകൂടാതെ അവൾ നല്ലവണ്ണം കഷ്ടപ്പെട്ടത് ചെയ്തു. അതുകൊണ്ട് ഈ സമയത്ത് സ്വന്തം ചേട്ടനെ രക്ഷിക്കാനും പിന്നെ അനിയത്തിയും ചേട്ടനെയും രക്ഷിക്കാൻ വേണ്ടിയും അവൾക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അവളുടെ ജീവൻ പോലും പണയം വെച്ച് അവരെ രക്ഷിക്കണമെന്നുള്ള അവളുടെ ആ ഒരു ഡെഡിക്കേഷൻ, തീരുമാനം എല്ലാം കൂടി ചേർത്ത് അവൾക്ക് അവിടെ ഒരു പുതിയൊരു ഫോം അവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റി. പുതിയൊരു ഫോം എന്ന് പറയുന്നതിന് എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്. അവളുടെ അമ്മയ്ക്കുള്ള അതേ ഫോം, അവളുടെ അമ്മ സിൽവർ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ഇവളത് വാട്ടർ വെച്ച് ചെയ്തു. അവളുടെ അമ്മയുടെ കയ്യിലുള്ള അതേ ഫോം നമ്മുടെ നോയിലും അൺലോക്ക് ചെയ്യും. பாவங்கள் அனைத்துமே தேடியே வந்து உன்னை ஒரு நாள் கொடுக்குமே. எளிய உயிரை ஒரு வழிய ஒருவன் எடுத்தால் நினைக்காத ஒரு நாள் உன்னை எவனோ ஒருவன் முடிப்பான். நேற்று செய்த தவறை நீ மேலும் மேலும் செய்தால் மேலே உள்ள அவனோ உன்னை கீழே மிதித்து கொள்வான். வரவா வரவா உன்னை துரத்தி வரவா, நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. வரவா வரவா உன்னை துரத்தி வரவா, நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. வரவா வரவா உன்னை துரத்தி வரவா, வரவா வரவா உன்னை துரத்தி வரவா, நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. வரவா வரவா உன்னை துரத்தி வரவா, நீ விதைச்ச வழிய உனக்கு திருப்பி தரவா. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എപ്പിസോഡ് നമ്പർ 6. ജ്യോതി മാക്സ് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ടോക്സ് ഉണ്ട് സോറോയുടെ, അതൊക്കെയാണ് ഞാൻ അധികം പറയുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് പാട്ട് അവൻ്റെ കുറേ അനാവശ്യ പാട്ടുകളുണ്ട്. അവനെ കൊണ്ടുവന്ന ഹീലറാണ്, അവനെ കൊണ്ട് ഹീൽ ചെയ്യിപ്പിക്കാൻ പറയുന്നതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അത്രയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ വീഡിയോ മറക്കാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ ഇനിയിപ്പോൾ അടുത്ത ബ്ലാക്ക് ലോൻ്റെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യട്ടെ, പിന്നെ ഒരു ബ്ലൂ ബോക്സും എഡിറ്റ് ചെയ്യാനുണ്ട്. അത് എനിക്കൊന്ന് ഇന്ന് 3 എപ്പിസോഡ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്, പറ്റുമോ നോക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.